ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതായത് റഷ്യ അവരുടെ സുക്കോയ് 57 എന്ന് പറയുന്ന 5th ജെൻ ഫൈറ്റർ ജെറ്റ്സ് നമുക്ക് ഓഫർ ചെയ്തു. അതേപോലെ തന്നെ റീസെന്റ് ആയി നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നമുക്ക് അവരുടെ F-35 എന്ന് പറയുന്ന അഡ്വാൻസ് ഫൈറ്റർ ജെറ്റ്സ് 5th ജെൻ അതും ഓഫർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓഫർ വന്നു കഴിഞ്ഞു കോൺഗ്രസ് ഒരു ഭാഗത്ത്, അതായത് അമേരിക്കേന്റെ അടുത്ത് നമ്മൾ അതായത് മോഡിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കുറെ പോസ്റ്റുകളും കുറെ കമ്പാരിസൺ എല്ലാം നടത്തിയിരുന്നു. അപ്പോൾ പലർക്കും ഇത് ഏതാണ് ബെസ്റ്റ് എന്നറിയില്ല. അതായത് വെറും ഓൺ പേപ്പർ കമ്പാരിസൺ കൊണ്ട് മാത്രം നമുക്ക് രണ്ട് ഫൈറ്റർ ജെറ്റ്സിനെയും വിലയിരുത്താൻ പറ്റില്ല. കാരണം രണ്ട് ഫൈറ്റർ ജെറ്റ്സും രണ്ട് വ്യത്യാസമുള്ളതാണ്. നമുക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ആണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ രണ്ട് ഫൈറ്റർ ജെറ്റ്സിൽ ഏതാണ് നമുക്ക് സൂട്ടബിൾ, ഏതാണ് വാങ്ങാൻ പോകുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുകളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. ഇത് വാങ്ങുന്നതുകൊണ്ട് നമ്മൾ എന്തെല്ലാം രീതിയിലാണ് മുന്നേറാൻ പോകുന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള അഡ്വാൻസ് ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറയുന്നത് റഫേലാണ്. അപ്പോൾ റഫേൽ ഒരു 36 ഫൈറ്റർ ജെറ്റ്സ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത് 4.5 ജനറേഷൻ എന്ന് പറയുന്ന അതായത് റഫേൽ വിമാനങ്ങളാണ്. ഇതാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. അപ്പോൾ ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണെന്ന് പറയുന്നതാണ് F-35. അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാന്റെ അടുത്തുള്ളത്, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുവിന്റെ അടുത്തുള്ളത് F-16 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ്സ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫൈറ്റർ ജെറ്റ്സ് ആണ്. എന്നാൽ ഇന്ന് റഫേലിന്റെ ഒപ്പം ഒന്നും അത് നിൽക്കാൻ പറ്റില്ല. ഇതും അമേരിക്കേന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ചൈനയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയുടെ അടുത്ത് J-20, അതുപോലെ തന്നെ J-10 ഇതേപോലെയുള്ള 5th ജെൻ ഫൈറ്റർ ജെറ്റ്സ് അവരുടെ അടുത്തുമുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ഇല്ല. ഇതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ രണ്ട് മോഡലുകളും നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡലുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അടുത്ത് MiG-29 അതുപോലെ തന്നെ സുക്കോയ് 30 ഈ വിമാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 30 വർഷത്തോളം നമ്മൾ അതായത് ഈ എയർ ജെറ്റ്സുകളും അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റ്സിനെല്ലാം കൂടുതലായിട്ട് നമ്മൾ അതായത് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട അത്യാവശ്യ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് നമുക്ക് വേണമെന്ന് ആവശ്യം പറയുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഇന്ന് വെച്ച് നോക്കുമ്പോൾ ലോകത്ത് ഈ വിമാനങ്ങളെല്ലാം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇത് ഔട്ട്ഡേറ്റഡ് ആയ കാര്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് അതായത് ചൈനയുമായിട്ട് ഒരു യുദ്ധം വരികയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. കാരണം അവർക്ക് 5th ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഈ MiG-29 അതുപോലെ തന്നെ സുക്കോയ് 30 ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ചൈനയുടെ അടുത്ത് ചറ പറന്നുള്ള വിമാനങ്ങളുമാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് HAL അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇവർക്ക് നമ്മൾ കരാർ കൊടുക്കുന്നത്. അപ്പോൾ ഈ കരാർ പ്രകാരം ഈ വർഷമെങ്കിലും നമുക്ക് ഈ MiG-29 ഒരു 11ഓളം തേജസ് 1, MiC അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്ന ഈ വിമാനങ്ങൾ നമ്മുടെ അടുത്ത് എത്തേണ്ടതാണ്. അതേപോലെ തന്നെ തേജസ് 2 ഇതൊക്കെ നമ്മുടെ അടുത്ത് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ HAL എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി അത്രമാത്രം എഫക്റ്റീവായി റൺ ചെയ്യുന്നില്ല. ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുമില്ല. പുറമേ നിന്നൊരു അതായത് ഇൻഡസ്ട്രി ഇതിലോട്ട് വരുന്നത് അവരധികം പരമാവധി അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തും വെക്കുകയാണ്. അപ്പോൾ ഇതിലാണ് ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് കൂടുതലും പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഉള്ളിൽ കൊണ്ടുവന്നാൽ മാത്രമോ നമ്മുടെ ഡിഫൻസും മറ്റു രാജ്യത്തിനൊപ്പം പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഈ HAL എന്ന് പറയുന്ന ഇവര് അതായത് കുറെ വട്ടം പറയുന്നു അമേരിക്കേന്റെ എഞ്ചിൻ കിട്ടാത്തതുകൊണ്ടാണ്. എഞ്ചിൻ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, എന്നാൽ എഞ്ചിൻ കൊണ്ടുവന്നാൽ ബാക്കി എല്ലാ പണികളും നിങ്ങൾ തീർത്തോന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പോൾ ഈ HAL അതായത് ഈ ഒരു അതായത് ഗവൺമെന്റ് ഇൻഡസ്ട്രി അണ്ടർ പെർഫോമിങ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് അതായത് പ്രത്യേകം ആവശ്യം. കാരണം പഴയ ഫൈറ്റർ ജെറ്റ്സും നമ്മൾ ഇതുവരെയും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് 5th ജെന്നും ഇല്ല. പെട്ടെന്നൊരു യുദ്ധം വരികയാണെങ്കിൽ ചൈന കുറെ അധികം വെപ്പൺസ് പാകിസ്ഥാന്റെ അടുത്ത് കൊടുത്ത് രണ്ട് അതായത് വിമാനപ്പടയും കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ രണ്ട് രാജ്യത്തിന്റെയും നമ്മൾ എടുക്കുന്നത്. സുക്കോയ് 57 അതുപോലെ തന്നെ അതായത് ഈ F-35ന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ F-35 നോക്കുകയാണെങ്കിൽ ഒരു 2000 കിലോമീറ്റർ അല്ലാതെ തന്നെ ഒറ്റ റേഞ്ചിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് വരാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആണ്. റേഡറുകളൊന്നും തന്നെ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പല അഡ്വാൻസ് ഫീച്ചേഴ്സും ഉള്ള ഒരു കാര്യമാണ് F-35 എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊരു കാര്യമുണ്ട്, ഇതിന്റെ വില ഏറ്റവും കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് വാങ്ങുന്നതുകൊണ്ട് തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ അമേരിക്ക തരാൻ ഒരു ചാൻസും ഇല്ല. കാരണം അമേരിക്ക അത്രയധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വിമാനങ്ങൾക്ക് ഇത്രയധികം പ്രൈസ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാം തന്നെ അവിടെ തന്നെ ആയിരിക്കും, അല്ലാണ്ട് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ പാകിസ്ഥാനെതിരെ ഇപ്പോൾ അമേരിക്ക ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ
നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ അമേരിക്ക സ്പെയർ പാർട്സ് തന്നില്ല എന്ന് വെച്ചാൽ അവിടെയും പ്രശ്നമാണ്. അതായത് സ്പെയർ പാർട്സ് കിട്ടിയില്ലെങ്കിൽ ഇത് അമേരിക്കയിൽ നിന്ന് മാത്രമേ ഈ സ്പെയർ പാർട്സ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതും അവിടെ വലിയൊരു പ്രശ്നമാവും. നാളെ അമേരിക്കയ്ക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിലോട്ട് വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഇതിനെ മെയിൻ്റെനൻസ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 100 ബില്യണോളം നമുക്ക് ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെ. പക്ഷേ ഇതിന്റെ അഡ്വാൻസ് നോക്കുമ്പോൾ, അതായത് ഇന്ന് ചൈനയുടെ J-10, J-20 എന്നൊക്കെ പറയുന്ന വിമാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഈ F-35 അത്ര സ്ട്രോങ് അല്ല. അതായത് ചൈന പറയും അതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഓൺ പേപ്പറിൽ ഇതുവരെയും, അതായത് ഓൺ പേപ്പറിൽ ഇങ്ങനെ കാണിക്കുന്നില്ലാതെ, അതായത് ഒരു മിലിറ്ററി എക്സസൈസിലോ ഈവൻ നമ്മുടെ ലഡാക്ക് ലേഡറിൽ പോലും ചൈനയുടെ ഈ S-10 അതുപോലെ തന്നെ J-10, J-20 എന്ന് പറയുന്ന ഇതെല്ലാം തന്നെ റേഡറിൽ തന്നെ സിഗ്നൽ കണ്ടെത്തിയതുമാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അതായത് ഈ സിഗ്നലുകൾ അതായത് റേഡറിൽ കൊടുക്കുമ്പോൾ ചൈന പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അത് ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചു അതുകൊണ്ടാണെന്ന്. അപ്പോൾ അത് അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല. പക്ഷെ ഇതൊരു അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൈനേനെയും അതുപോലെ തന്നെ പാകിസ്ഥാനെയും ഒരുപോലെ ടാക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലുള്ള പ്രശ്നങ്ങളും ഇതാണ്. ഈ Su-57 എന്ന് പറയുന്ന ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ചൈന പോലും ഇതിനെ ഒരിക്കൽ റിഫ്യൂസ് ചെയ്തൊരു വിമാനമാണ്. അതായത് അവർ J-10ലും J-20യിലോട്ട് സ്വിച്ച് ചെയ്തതാണ്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് റഷ്യ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും അവരുടെ എയർഫോഴ്സിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. അതായത് അവർ അവിടെ ഇവിടെ ഉക്രൈൻ യുദ്ധത്തിലെല്ലാം തന്നെ ഇതിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ടും ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ കേപ്പബിലിറ്റിയും കംപ്ലീറ്റ് ആയിട്ടും എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് F-35 എല്ലാം തന്നെ പല സ്ഥലത്തും അതായത് ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ച് അത് പ്രൂവ് ചെയ്തതാണ്. പക്ഷെ ഇത് S-57 അതായത് Su-57 എന്ന് പറയുന്നത് ഇത് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് ഇതിനെ റഷ്യ കൂടുതലും പ്രൊട്ടക്ട് ചെയ്ത് ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് റഷ്യയുടെ കംപ്ലീറ്റ് മാർക്കറ്റും തകരുമെന്ന് അറിഞ്ഞുകൊണ്ട് റഷ്യ ഇത് അതായത് യുക്രൈൻ യുദ്ധത്തിൽ പോലും അധികം ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഡ്രോബാക്സ് ആണ്. അപ്പോൾ ഇതൊരു ഡ്രോബാക്സ് ആണെങ്കിലും അതായത് ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതായത് F-35നേക്കാളും സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ കിട്ടും. അതുപോലെ തന്നെ 50% അതായത് കൂടുതൽ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ അവർ എഗ്രി ചെയ്യും. അതായത് സ്പെയർ പാർട്സ് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫൻസ് ഇൻഡസ്ട്രി കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യത്തിലും അവർ ഒത്തുപോകാൻ റെഡിയാണ് ഇന്ത്യയുമായിട്ട്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം അഡ്വാൻറ്റേജ് ആണെങ്കിലും പക്ഷെ ഇതൊരു പ്രൂവ് ചെയ്യാത്ത ഒരു വിമാനം ആയതുകൊണ്ടും റഷ്യയുടെ ഫോഴ്സിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇന്റഗ്രൽ പാർട്ടായി അതായത് പ്രൂവ് ചെയ്യാത്തതുകൊണ്ടും ഇത് നമുക്ക് വാങ്ങണോ എന്നുള്ളതാണ് ചോദ്യം നിൽക്കുന്നത്. ഇത് വാങ്ങുകയാണെങ്കിൽ നമ്മളും റഷ്യയുമായിട്ടുള്ള അതായത് ബന്ധം കൂടുതലാണ്. അത് മാത്രമല്ല ഇത് വാങ്ങുകയാണെങ്കിൽ മറ്റൊരു പ്രശ്നം കൂടി, അത് റഷ്യ എക്കണോമിക് സാങ്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് വാങ്ങുന്ന രാജ്യങ്ങൾക്കും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല നമ്മൾ S-400 തന്നെ റഷ്യയുടെ അടുത്ത് അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കംപ്ലീറ്റ് ലോഡ് പോലും ഇതുവരെയും എത്തിയിട്ടില്ല. ഇത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് റഷ്യക്ക് തന്നെ അവരുടെ വിമാനം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് സാങ്ഷൻസ് വരും. അതും മറികടന്ന് വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ എപ്പോൾ നടക്കും, എപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും, ഇതും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലാക്കിയിട്ടായിരിക്കും ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്.